കൊടുക്കാം. നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി ഒരെണ്ണം ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എരിവില്ലാത്ത പച്ചമുളക് ഒരു 3-4 എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതും കൂടെ ഒന്ന് കുഴഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എണ്ണയുടെ അളവ് ചെറുതായിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ എണ്ണയിൽ തന്നെ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്തിന് നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അത് പൊടികൾ ഏതാണ്ട് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല മാറ്റം വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോസ് ഐറ്റംസൊക്കെ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ പൊടികളൊന്നും കൂടുതൽ